ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്ന ദൈവജന അനുഗ്രഹത്തിൻ്റെ ദൈവം നമ്മളെ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ ഏതൊക്കെ നിലയിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നമ്മളെപ്പോഴും പ്രാർത്ഥനയുടെ അവസാന ഭാഗം ചൊല്ലുന്ന ഒരു വാചകമാണ്, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. എത്ര സന്തോഷപ്രദമായ ആലോചനകളാണല്ലേ. ഒന്നാമത്തെ കാര്യം കാക്കുന്ന ദൈവം, രണ്ടാമത്തെ കാര്യം പ്രകാശിപ്പിക്കുന്ന ദൈവം, മൂന്നാമത് സമാധാനം അല്ലേ. അപ്പോൾ പ്രകാശിപ്പിച്ച് കാത്ത് സമാധാനത്തോടെ നിർത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഇത്ര വലുതാണ്. ഈ ഭൂമിയിൽ നമുക്ക് സ്വസ്ഥതയും സമാധാനമൊന്നുമില്ല. നമ്മുടെ വെളിച്ചം പലപ്പോഴും ഇരുട്ടാകുന്നത് പോലെ തോന്നിപ്പോകാം അല്ലേ. നമ്മൾ പലപ്പോഴും കൃപയുണ്ടെങ്കിലും കൃപയില്ലാത്തവനെ പോലെ ആകുന്നൊരു സാഹചര്യം വരാം. ഇതൊക്കെ ഉണ്ടാകുന്നെങ്കിലും നമ്മളെ നിർത്തുന്നില്ലേ ദൈവം ഓരോ ദിവസവും അല്ലേ. കിടപ്പിലാകാതെ സൂക്ഷിക്കുന്നില്ലേ, കിടപ്പ് രോഗിയാകാതെ കാക്കുന്നില്ലേ, രോഗക്കിടക്ക മാറ്റിവിരിച്ചില്ലേ. ഇതിനൊക്കെ നന്ദി പറ, ദൈവത്തിന് നന്ദി പറ. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് ചിലപ്പോൾ ചില പരീക്ഷയിൽ തോറ്റെന്ന് വരാം, അതുപോലെ തന്നെ ജോലി ഉദ്ദേശവും ലഭിച്ചില്ലെന്ന് വരാം, പല ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടായെന്ന് വരാം, നമ്മുടെ വീടിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടില്ലെന്ന് വരാം. എങ്കിലും 127-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവരെങ്ങനെ. അപ്പോൾ വൃഥ അധ്വാനിക്കുകയാണല്ലേ. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു എന്നാണ്. അപ്പോൾ കർത്താവാണ് പണിയേണ്ടത്. നാം എന്ന വീട്ടിലും നമ്മുടെ വീടിനെ കർത്താവാണ് പണിയുന്നത്. അപ്പോൾ പണിയുന്നവൻ പണിയുകൊണ്ടിരിക്കുമ്പോൾ പണിയേണ്ടെന്ന് പറയുമോ? ഇല്ല, ആരും പറയത്തില്ല. അതുകൊണ്ട് ആ പണി നടക്കട്ടെ. കർത്താവ് നമ്മളെ പണിതൊരുക്കി വിശുദ്ധിയുടെ നിർമ്മലതയുടെ നിത്യതയിൽ നമ്മളെ എത്തിച്ച് ദൈവം നമ്മളെ മാനിക്കും, ദൈവം നമ്മളെ ഉയർത്തും കേട്ടോ. അതുകൊണ്ട് ഭാരപ്പെടണ്ട, നമ്മുടെ മനസ്സ് ഭാരപ്പെടാതെ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനം സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നിരാശപ്പെടരുത് കേട്ടോ. വിശുദ്ധ സഭായത്തിനൊക്കെ പോകുന്ന ദൈവമക്കളെ പലരെയും ഞാൻ നോക്കിയപ്പോൾ കാണുന്നത് മുഖമൊക്കെ ക്ഷീണിച്ച് ബൈബിളൊക്കെ ഇങ്ങനെ മാറത്ത് പിടിച്ചുകൊണ്ട് വേദനയോടെ പോകുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഞാനെപ്പോഴും പറയാറുള്ള കാര്യമാണ്, അപ്പുറത്ത് മീനാക്ഷി അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ സന്തോഷത്തോടാണ് പോകുന്നത്. ശോശാമ്മയോട് ചോദിക്കുക, എന്താ ശോശാമ്മേ, ഒന്നൊരു രസമില്ല, സന്തോഷമില്ല എന്നൊക്കെ പറയല്ലേ. അങ്ങനെ നമ്മളൊരിക്കലും പറയരുത്. നമ്മുടെ കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യരുത്, തരം താഴ്ത്തി കാണരുത്. നമ്മുടെ ദൈവമാണ് ജീവിക്കുന്ന ദൈവം, ഏറ്റവും വലിയ ദൈവം, സർവശക്തൻ. ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ ദൂത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ആമേൻ.